അപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസിലും NSUവിലും ഒരുമിച്ച് പ്രവർത്തിച്ച പല ആളുകളും പല സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ ആ പദവികളിലും ഒക്കെ എത്തി. അന്നത്തെ ആ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ 2004 കെ കരുണാകരൻ ഇവിടെ കേരളത്തിലൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ KPCC പ്രസിഡന്റായി വന്നു. ആ പ്രോമിനൻസിൽ നിന്ന് പിന്നീട് കുറച്ചൊന്ന് കുറയേണ്ടി വന്നു. അങ്ങനെ നിരാശ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരു കാര്യം ശരിയാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച പലരും കേരളത്തിൻ്റെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ്. ഞാൻ വളർത്തിക്കൊണ്ടുവന്നവർ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. മമതാ ബാനർജി, എൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഞാൻ ബംഗാളിലെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജനറൽ സെക്രട്ടറിമാരായിരുന്നു ആനന്ദ ശർമ്മയുടെ കൂടെ. അത് കഴിഞ്ഞാണ് ഞാൻ നാഷണൽ പ്രസിഡൻ്റ് ആവുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഞാനാണ് നിയമിക്കുന്നത് മമതാ ബാനർജി. രണ്ടാമത് ഭൂപേഷ് ബഘേൽ എൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഞാനാണ് ജില്ലാ പ്രസിഡന്റ് ആക്കുന്നത്. അദ്ദേഹത്തെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിന് വലിയ എതിർപ്പ് അന്ന് അർജുൻ സിംഗ് രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ഞാനാണ് ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ ഒരാൾ വരണമെന്നുള്ളത് കൊണ്ട് ഞാനാണ് അദ്ദേഹത്തെ ആക്കുന്നത്. അതുപോലെ തന്നെ അശോക് ചവാൻ, ഞാനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് വെക്കുന്നത്. അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയായി. കിരൺകുമാർ റെഡ്ഡി ആന്ധ്ര, ധാരാളം മന്ത്രിമാർ, MP മാർ, കേന്ദ്രമന്ത്രിമാർ. മുകുൾ വാസ്നിക് എൻ്റെ ട്രഷററായിരുന്നു. മനീഷ് തിവാരി എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു NSUI. അത്ര ധാരാളം ആളുകൾ. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രവർത്തിച്ച് വരുമ്പം അവരൊക്കെ വളർന്നു വരുന്നത് ഞാൻ സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ്. അവരുടെ ആ വളർച്ചയിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നിരാശയൊന്നും എനിക്കുണ്ടായിട്ടില്ല രാഷ്ട്രീയത്തിൽ. അതൊക്കെ ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യും. സ്ഥാനങ്ങൾ വരും പോവുകയൊക്കെ ചെയ്യും. അതിനകത്ത് നമ്മൾ നിരാശപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അത് നമ്മളെ ഇപ്പം KPCC പ്രസിഡൻ്റായിട്ട് ഞാൻ ഒരു പെട്ടെന്നൊരു ഘട്ടത്തിലാണ് എന്നെ കൊണ്ടുവന്നത്. ലീഡറും ഒരു വലിയ സംഘവും കോൺഗ്രസ് വിട്ടു പോയപ്പോൾ എന്നോട് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ പറഞ്ഞു. വസ്തുത്തിൽ AK തന്നെയാണ് ആ ചലഞ്ച് എന്നോട് ഏറ്റെടുക്കാനായിട്ട് എന്നെ കേന്ദ്രത്തിൽ ആവശ്യപ്പെടുകയും എന്നെ ആക്കുകയും ചെയ്തു. AK എന്നോട് അന്ന് പറഞ്ഞത്, രമേശിന് ഇത് കഴിയും എന്നുള്ളതാണ്. 9 വർഷം KPCC പ്രസിഡൻ്റായിരുന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ എന്നോട് പാർലമെൻറ്റ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതാണ്. സോണിയാഗാന്ധി തന്നെ ആവശ്യപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞത്, എനിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുവരണം. ഞാൻ മത്സരിക്കാതെ മാറി നിന്നു. അപ്പോൾ അതൊക്കെ പാർട്ടിക്ക് വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തോഷമാണ്. ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സംതൃപ്തി. എന്നും ഒരു പാർട്ടി മാനാണ്, ലാഭനഷ്ടങ്ങളല്ല. എന്നും പാർട്ടി മാനാണ്. നാളെ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ പാർട്ടി മാനാണ്.